ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് പാർട്ടാണ്. അടുത്തൊരു പാർട്ടോട് കൂടി നമ്മൾ ഈ ഒരു ഡ്രാമ അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ഡ്രാമയിലേക്ക് കടന്നാലോ. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നത് വന്നിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പോൾ ഇനാഗ്രേഷൻ വന്നിട്ട് നമ്മുടെ സുവാങ്ങിൻ്റെ അമ്മയും കൂടി തീർക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ ഡോങ്ങിന് ഒരു കോൾ വരുവാണ്. വേറെ ഒന്നുമല്ല, ബെയർ കമ്പനിയിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. കാരണം അവർ വന്നിട്ട് ഇപ്പോൾ വേറൊരാളുമായിട്ട് ഇവരൊരു അഗ്രിമെൻറ്റ് വെച്ചായിരുന്നെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് വന്ന് ആകെ മൊത്തത്തെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് നമ്മൾ ഡോങ്ങിനെ വിളിക്കുക. ഡോങ് ആണെങ്കിൽ അവിടെ ചെന്നിട്ട് ഇവരെല്ലാവരും കൂടി തിരഞ്ഞ് തപ്പുക. വേറെ ഒന്നുമല്ല, നമ്മുടെ പെണ്ണ് വന്നിട്ട് ഒരു അഗ്രിമെൻറ്റ് കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് കാണുമല്ലോ സൂവിന്. ആ ഒരു അഗ്രിമെൻറ്റ് ഇവൾ കൊണ്ടുപോയി കൊടുത്തു കാണും. അതിൽ വന്ന് ആ അഗ്രിമെൻറ്റ് കോപ്പി ഇവരുടെ കയ്യിൽ വെക്കേണ്ടായിരുന്നു. അതുവരെ ഇവൾ സൂവിന് കൊടുത്തുകൊണ്ട് അതിലെന്തോ ഒരു പ്രശ്നം വന്നിട്ട് ആ ഒരു കമ്പനിക്കാർ പ്രശ്നം ഉണ്ടാക്കി വെക്കുക. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവർ ഈ ഒരു അഗ്രിമെൻ്റ് എടുത്ത് കാണിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവരുടെ ഭാഗത്തുള്ള തെറ്റില്ല എന്ന് തെളിയിക്കാൻ പറ്റും. പക്ഷേ ആ അഗ്രിമെൻറ്റ് ഇവരുടെ കയ്യിലില്ല. അതിൻ്റെ ഇലക്ട്രോണിക് കോപ്പി പോലും ഇവരുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ തപ്പുമ്പില്ല കേട്ടോ. അപ്പോൾ അവരെ ആകെ മൊത്തത്തെ പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് സെന്നിനാണെങ്കിൽ അവളുടെ മനസ്സ് കേൾക്കാതെ അവളാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള കാര്യം സമ്മതിക്കുക മാത്രമല്ല, അവൾ സൂവിന് വേണ്ടിയാണ് ഇവിടെ വന്ന് ജോലി ചെയ്തെന്നുള്ള കാര്യം എല്ലാവരുടെ അടുത്തും പറയുകയാണ്. സത്യം പറഞ്ഞാൽ അവർക്കൊന്നും ഇനി എന്താ ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രയും വലിയൊരു എമൗണ്ട് ഇവർ വന്നിട്ട് ഇനി പെനാൽറ്റി ആയിട്ട് മറ്റേ കമ്പനിക്ക് കൊടുക്കണം. ഇതെല്ലാം വന്ന് സൂവിൻ്റെ പ്ലാൻ ആയിരുന്നു. ഇതേ സമയം നമ്മുടെ സൂവിൻ്റെ ഓഫീസിൽ കാണിക്കുവാണ്. സൂവിൻ്റെ ഓഫീസിൽ വന്ന് നോക്കുന്ന സമയത്ത് അവൻ്റെ ചെയറിൽ അവൻ്റെ അസിസ്റ്റന്റ് കയറിയിരിക്കുന്നു. ആ സമയത്ത് മനസ്സിലാവുന്നത് ഇവൻ്റെ പ്രസിഡന്റ് ചെയ്തു വെച്ചിട്ടുള്ള പണി. അപ്പോൾ ആള് ചെന്ന് പ്രസിഡന്റിനെ കാണുന്ന സമയത്ത് പ്രസിഡന്റ് ഭയങ്കര പുച്ഛഭാവത്തിൽ ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ആള് പറയണം, നിന്നെ കൊണ്ടുള്ള എൻ്റെ ആവശ്യമൊക്കെ തീർന്നു, അതുകൊണ്ടൊന്നും ഒരു കാര്യം ചെയ്യും, കുറച്ച് കാലം പോയി വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിട്ട് അതുവരെ നിൻ്റെ അസിസ്റ്റന്റ് നിൻ്റെ സ്ഥാനത്തിരിക്കട്ടെ. വേറെ ഒന്നുമല്ല, സൂവിനാവും വന്ന് അവൻ്റെ ഒരു യൂസിന് വേണ്ടി മാത്രമായിരുന്നു യൂസ് ചെയ്തെന്നുള്ളത് ഇതും നമുക്ക് വ്യക്തമാണ്. സൂവിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം കമ്പനി പ്രസിഡന്റിൻ്റെ അടുത്ത് അവനൊന്നും പറഞ്ഞേക്കാനായിട്ടാവത്തില്ലല്ലോ. ഈ സെയിം ടൈമിൽ ഡോങ് വന്നിട്ട് നമ്മുടെ സുവാങ്ങിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയും. ഇത്രയും പൈസയുടെ ഇതൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സുവാങ് പറയണം, നീ പേടിക്കേണ്ട, നമുക്ക് വന്നിട്ട് ഞാൻ വേണമെങ്കിൽ നിനക്ക് പൈസ തന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്ന സമയത്തും നമ്മൾ ഡോങ് പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല സുവാങ്, ഇത് വന്നിട്ട് പേഴ്സണൽ ലൈഫ് പ്രൈവറ്റ് കാര്യമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് ശരിയല്ല. ഈ കമ്പനി വന്നിട്ട് ആക്ച്വലി ഇങ്ങനെ പ്രശ്നം വന്നെങ്കിൽ അത് ഞങ്ങളുടെ ശ്രദ്ധ കുറവാണ്, നീ ഹെൽപ്പ് ചെയ്താൽ അത് ശരിയാവത്തില്ല, അങ്ങനെ പറയുകയാണ്. മാത്രമല്ല അപ്പോൾ നമ്മുടെ സുവാങ് പറയണം, ശരി അത് ഓക്കെ, പക്ഷെ നിങ്ങളുടെ ബോസ് ഇപ്പോൾ വയ്യാതെ കിടപ്പില്ലേ, അത് വന്നിട്ട് ഒരു ഹോട്ടലിന് വേണ്ടി വർക്ക് ചെയ്തപ്പോഴല്ലേ ഇങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ പൈസ ഇങ്ങനെ ഞാൻ അടച്ചോട്ടെ, അതിന് നീ ഒരു എതിരും പറയില്ലേ എന്ന് പറയുന്ന സമയത്ത് ഡോങ് ഒന്നും പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഡോങ് ചോദിക്കുകയാണ്, WeChatൽ ഞങ്ങൾക്ക് ചാറ്റ് ചെയ്തതിൻ്റെ എവിഡൻസ് ഉണ്ട്, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് സുവാങ് പറയാം, അതൊന്നും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് നിരത്താൻ പറ്റത്തില്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കണം എന്നുള്ള രീതിക്കാണ് ഇവർ സംസാരിക്കുന്നത്. അന്ന് രാത്രി നമ്മുടെ സുവാങ് ഡോങ് ഇരിക്കുന്ന സമയത്ത് ഡോങ് വന്നിട്ടുണ്ടല്ലോ, ഈ ഓരോ നെഗറ്റീവ് കമൻറ്റ്സ് ഇവിടെ പറ്റി വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമൻറ്റ് ഇട്ടേക്കുന്നത് ഞങ്ങൾ ഭയങ്കര ജലസ് അവളെ കൊണ്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കണ്ട് എത്രയും ക്യാരറ്റിൻ്റെ ഡയമണ്ട് കിട്ടി, അത് കിട്ടി ഇത് കിട്ടി എന്നും പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളെയൊക്കെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ പക്ഷെ ആ ഒരു സങ്കടമൊന്നും സുവാങ്ങിൻ്റെ അടുത്ത് കാണിക്കുന്നില്ല. ഇവൾ എണീറ്റ് പോകുന്ന സമയത്ത് സുവാങ് ഈ ഒരു കമൻറ്റ്സ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ബോസിൻ്റെ കൂടെ എപ്പോഴും ഒരു ചെറുക്കനെ കാണാറില്ലേ ബെയർ കമ്പനിയിൽ, ആ ചെറുക്കൻ്റെ പേര് ചുൻഹുവ എന്നാണ്. അവൻ ആക്ച്വലി വന്നിട്ട് ഈ ഒരു കമ്പനിയുടെ പാർട്ട്ണറും കൂടിയാട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് അവൻ്റെ വീട്ടിൽ പോയേക്കുക. ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഭയങ്കര വലിയൊരു ബിസിനസ് ഫാമിലി എന്ന് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ പിയോനി കമ്പനി സുവാങ്ങിൻ്റെ കമ്പനിയിലോ അതുപോലെ തന്നെ അത്രയും ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ് ഇവൻ. പക്ഷെ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് സ്വന്തമായിട്ടൊരു കമ്പനി വേണം, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ബെയർ കമ്പനിയിലെ ബോസിൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് ഇവൻ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇവൻ്റെ ആ ഒരു കമ്പനി നശിച്ചു പോവാതെ അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഇല്ലാതായി പോവാതിരിക്കണമെങ്കിൽ അവൻ ഇത്രയും പൈസ പെനാൽറ്റി ആയിട്ടുള്ള പൈസ ഒപ്പിക്കണം. അപ്പോൾ അതിന് വേറെ വഴിയൊന്നുമില്ല. ഇവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇവൻ്റെ അച്ഛൻ ഓൾറെഡി നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛനൊരു കണ്ടീഷൻ പറയുവാണ്, നീ ഒരു പക്ഷേ ആ ഒരു കമ്പനി ഉപേക്ഷിച്ച് ഞങ്ങളുടെ കമ്പനിക്ക് തിരിച്ചു വരുവാണ്, ഫാമിലി ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും നീ പറയുന്ന ആ ഒരു പെനാൽറ്റി എമൗണ്ട് തന്ന് നിൻ്റെ ഇപ്പോഴത്തെ കമ്പനി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ചുൻഹുവയ്ക്ക് വേറെ വഴിയൊന്നുമില്ല. അവന് വന്നിട്ട് ഈ ഒരു കമ്പനി നശിച്ചു പോരുത്, അവൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഈ ഒരു കമ്പനി നല്ല നിലയ്ക്ക് എത്തണമെന്ന്. അതുകൊണ്ട് തന്നെ അവനും അതിന് സമ്മതിക്കുവാണ്. ഇതേ സമയം സൂ വേറൊരു ഓഫീസായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഇവൻ അന്വേഷിച്ചുകൊണ്ട് ഇവൻ്റെ ആ ഒരു കമ്പനി പ്രസിഡന്റ് അയാൾ വരും കേട്ടോ. അപ്പോൾ അയാൾ വന്നിട്ട് ഇവൻ്റെ ഓഫീസിൽ വന്നിട്ട് ഏതൊരു ഒളി ക്യാമറ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഇയാൾ ഈ സൂ ചെയ്യുന്നതെല്ലാം അറിയാനായിട്ട് ഇവൻ അറിയാതെ തന്നെ ഒരു ക്യാമറ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ.
സൂര്യനാണെങ്കിൽ പക്ഷെ അവൻ്റെ പ്രസിഡന്റ് അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആള് വന്നിട്ട് ആളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്നതാന്ന് സൂര്യന് വന്ന് വളരെയധികം ക്ലിയർ ആവുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ ബെയർ കമ്പനി കാണിക്കോട്ടെ. അവിടെ വന്നിട്ട് നമ്മുടെ ചുൻഹുവ വന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയാം, നിങ്ങൾ ആരും ഇനി ടെൻഷൻ ആവണ്ട, നമുക്ക് പെനാൽറ്റിക്കുള്ള എമൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നല്ലൊരു അടിപൊളി ഇൻവെസ്റ്റർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്ററായിട്ട് എനിക്ക് കുറച്ച് സംസാരിച്ചിട്ട് എനിക്ക് നമ്മുടെ ബിസിനസ്സിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ അവരുടെ കൂടെ പോയിട്ട് സ്റ്റേ ചെയ്യുവാണ്. അവർ എൻ്റെ അടുത്ത് എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. അപ്പോൾ പക്ഷേ ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല ഇവൻ വന്നിട്ട് ഈ കമ്പനിയെ മൊത്തമായിട്ട് ഉപേക്ഷിച്ചിട്ട് അവൻ്റെ ആ ഒരു ഫാമിലി ബിസിനസ്സിലേക്ക് തിരിച്ചു പോകാന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആർക്കും സങ്കടം വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാരണം പറഞ്ഞിട്ടാണ് ചുൻഹു അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ടാണെങ്കിൽ സു നേരെ വന്നിട്ട് ഈ ഒരു പ്രസിഡന്റ് കമ്പനിയാണല്ലോ, ഇവൻ CEO ആയിട്ട് വർക്ക് ചെയ്ത കമ്പനി, അങ്ങോട്ട് ചെന്നിട്ട് ഇവൻ്റെ ഓഫീസിൽ പോകട്ടെ. ഇവൻ്റെ ഓഫീസിലിപ്പോൾ ഇവൻ്റെ അസിസ്റ്റൻ്റാണ് കയറിയിരിക്കുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഈ അസിസ്റ്റൻ്റ് ചോദിക്കും, എന്ത് പറ്റി വെക്കേഷൻ കഴിഞ്ഞ് നേരത്തെ വന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയാം, അതൊന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ സാധനം ഇവിടെ ഇരിപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് പോകാനെന്ന് പറഞ്ഞിട്ട് ഇവനും അവിടെ നിന്ന് ഒരു ഒളി ക്യാമറ എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ ആക്ച്വലി ഇവൻ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം മനസ്സേ കണ്ടിട്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഒളി ക്യാമറ അവിടെ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അതാരും അറിയാതെ എടുത്തിട്ട് പോകുന്ന സമയത്ത് ഈ അസിസ്റ്റൻ്റ് എടുത്ത് പറയണം, ഒരു കാലത്ത് ഞാൻ ഏത് അവസ്ഥയിലാണോ ഇരുന്നത് ആ ഒരു അവസ്ഥയിലാണ് നീ ഇരിക്കുന്നത്, ഇപ്പം ഞാൻ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയ്ക്ക് നീയും അധികം വൈകാതെ വന്നോളെന്നും പറഞ്ഞിട്ട് ഒരുമാതിരി അങ്ങനെ സംസാരിച്ചിട്ട് സു അവിടെ നിന്ന് ഇറങ്ങി വരുവാണ്. ഈ ടൈമിൽ നമ്മുടെ വാങ് അതുപോലെ സാവു 3 പേരും കാണിക്കും കേട്ടോ. മറ്റേത് വന്നിട്ട് ഇവളെ പറ്റി നെഗറ്റീവ് കമൻസ് മാത്രമല്ലേ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നിട്ട് കുറേ പേര് അവരുടെ മുഖം മറിച്ചിട്ട് ഇവളെ പറ്റി ഇല്ലാ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അവൾ ഇങ്ങനെ ഒരു ചെറുക്കൻ്റെ കൂടെ പോകുന്നത് കണ്ടു, അവൾ വന്ന് ഇങ്ങനൊരു കസ്റ്റമർ സർവീസ് ഇതല്ലേ, എന്നിട്ടും ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഓരോ ക്ലയൻസിനെ കാണാൻ പോകും, വർക്ക് റിലേറ്റഡ് അല്ലാതെ കാണാൻ പോകും, മസാജ് പാർലറിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവായ രീതിക്ക് അവൾ ഒരു ചീത്ത പെണ്ണാന്നുള്ള രീതിക്കുള്ള കമൻറ്റൊപ്പം തന്നെ വീഡിയോസ് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് വാങ്ങ് ഭയങ്കരമായിട്ട് തപ്പിയെടുത്ത് ലാസ്റ്റ് ഈ കമൻസും വീഡിയോസൊക്കെ വരുന്ന ലൊക്കേഷൻ കണ്ടുപിടിക്കുകയാണ്. അത് വന്നിട്ട് ഏതൊരു ബിൽഡിങ്ങിൻ്റെ നമ്പറും അഡ്രസ്സും കിട്ടിയിട്ട് വാങ്ങും കൂടി അങ്ങോട്ട് പോവാണ്. ഈ സെയിം ടൈമിൽ പാവം നമ്മുടെ ഡോങ് ഇതെല്ലാം കാണുന്നിട്ട് അവൾക്ക് സഹിക്കുന്നില്ല. കാരണം ആദ്യമൊക്കെ നെഗറ്റീവ് കമൻസ് കണ്ടപ്പോൾ അവളുടെ മനസ്സിനെ ഏകദേശം ഓക്കെ ആക്കി കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവളുടെ ചാരിത്രത്തെ തന്നെ പറയുന്ന രീതിക്കാണ് ഓരോ വീഡിയോസൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ട് പെണ്ണ് അങ്ങോട്ട് വന്ന് ഇത് കാണും. അപ്പോൾ ഫ്രണ്ട് പെണ്ണ് പറയാം, നീ ഒന്നും സങ്കടപ്പെടാതിരിക്കും, നിൻ്റെ മേൽ ജലസി മൂത്തിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവിടെ നീ ഇതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ചൊക്കെ ഡോങ് ആശ്വാസപ്പെടുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വാങ്ങും കൂടിയിട്ട് ആ ഒരു ലൊക്കേഷനിൽ ചെല്ലുന്ന സമയത്തും ഇവർ വരുന്നതിന് കുറച്ചു നേരം മുമ്പേ തന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം പാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ സുവാങ്ങിനും അങ്ങനെ ഒരു കാര്യം മനസ്സിലാവും, ഇത് ആരോ ഒരാൾ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരവിടുന്ന് പെട്ടിയും പ്രമാണം എടുത്തിട്ട് പെട്ടെന്ന് പോകേണ്ട കാര്യമില്ല ഇവർ വരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആരോ ഒരാൾ അറിഞ്ഞ് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണെന്ന് അവർക്ക് കൺഫേം ആവുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബെയർ കമ്പനിയുടെ ബോസ് എണീക്കും കേട്ടോ. ആളിപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എണീക്കുന്ന സമയത്താണെങ്കിൽ ചുൻഹു എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്തും ഇവരിങ്ങനെ പറയുകയാണ്, അതാണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായ ഹാൻഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോഴേ ബോസിന് ഓൾറെഡി അറിയാം. ബോസും അതുപോലെ തന്നെ ചുൻഹുവും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. അവർ രണ്ടും കൂടിയാണല്ലോ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആൾ പറയുകയാണ്, നിങ്ങൾ എന്തോ വിചാരിച്ചിട്ട് ഇത് ചുൻഹുവയുടെ അച്ഛൻ്റെ കമ്പനി, നമ്മുടെ സുവാങ്ങിൻ്റെ കമ്പനി പോലെ വളരെ വലിയൊരു കമ്പനിയാണ് അവരുടെയും. അപ്പോൾ നമുക്ക് പൈസ തന്നിട്ട് ചുൻഹുയെ മൊത്തമായിട്ട് നമ്മുടെ അടുത്തുനിന്ന് അവരെടുത്തുകൊണ്ട് പോയത്, എന്തുവായാലും നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ബോസ് പെട്ടെന്ന് തന്നെ അവരെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്താണെങ്കിൽ സുവാങ് ഡോങ്ങിനെ വിളിച്ചുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് പോവാതെ അവൾ വന്ന് സുവാങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ടും ഇവരിപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിയല്ലോ അങ്ങോട്ട് ചെല്ലുക കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്തും ഇവന് വന്നിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ചെറുക്കൻ വന്നത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട സുവാങ് വന്നിട്ട് അവനെ ഓടിപ്പിക്കുക കേട്ടോ. മാത്രമല്ല ഇത് കാണുന്ന സമയത്ത് നമ്മൾ ഡോങ് പറയണം, അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പോൾ അത് ശീലമായി, സ്ഥിരമുള്ള പരിപാടി, ഞാൻ എവിടെ പോയാലും ഹോസ്പിറ്റലിൽ പോയാലും എല്ലാവരും കുറേ പേര് എന്നെ ഇതുപോലെ ഫോളോ ചെയ്ത് വന്ന് ഓരോ ഫോട്ടോസ് ലാസ്റ്റ് എൻ്റെ അഡ്രസ്സ് പോലും കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് സുവാങ് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഒരു വീട് വാടകയ്ക്ക് എടുത്തരാം, നീ തൽക്കാലം ഇപ്പം അങ്ങോട്ട് മാറ് എന്ന് പറയുന്ന സമയത്ത് ഡോങ് പറയണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എത്ര കാലം പേടിച്ചു വിടണം, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഞാൻ പേടിച്ചു വിടണം, നീ തന്നെ പറയാമെന്ന് പറയുന്ന സമയത്ത് സുവാങ് പറയാം, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ നിൻ്റെ സേഫ്റ്റിക്ക് അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡോങ് ചോദിക്കും, ശരിയാ നീ പറയുന്നതൊക്കെ ഓക്കെ, ഞാൻ സമ്മതിക്കാം, പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാൻ എത്ര കാലം ഇങ്ങനെ ഒളിച്ചോടിക്കൊണ്ട് നടക്കണമെന്ന് നീ പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സുവാങ്ങിന് ഒരു ഉത്തരവില്ല. അതുപോലെ തന്നെ ഡോങ് പറയാം, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കാരണം സോഷ്യൽ സ്റ്റാറ്റസിൽ ഒരുപോലുള്ള ഒരു മാരേജ് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്നുള്ള രീതിക്ക് സംസാരിക്കുന്ന സമയത്തും നമ്മുടെ സുവാങ്ങിന് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ഇനി അന്ന് വൈകിട്ടാണെങ്കിൽ ഇവർക്കൊരു ഇൻവെസ്റ്ററെ കാണാനായിട്ട് സംസാരിക്കാൻ പോകണം. അപ്പം ഇവൻ വന്നിട്ട് നമ്മുടെ ലിയ എന്ന് പറയുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ കൂടിയാണ് ആ ഒരു ഇൻവെസ്റ്ററെ കാണാനായിട്ട് പോകുന്നത്. അവിടെ വെച്ചിട്ട് അവർ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോൾ
നമ്മുടെ ലിയൻ കുറച്ച് ഡ്രിങ്ക്സൊക്കെ നമ്മുടെ സുവാങ്ങിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലെന്തോ ഒരു മയക്കുമരുന്ന് പോലെ എന്തോ ഒരു സംഭവങ്ങൾ കലർത്തിയിട്ടും ഇവനെ വന്നിട്ട് ഇവളെ എടുത്തിട്ടുള്ള ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോകട്ടെ. അപ്പം നമ്മുടെ സുവാങ്ങൻ ചോദിക്കുന്നത്, നീ എന്നെ എൻ്റെ റൂമിൽ കൊണ്ടുപോകുമോ, എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും, നീ എന്തെന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്? ആ ഒരു പാതി മയക്കത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ലിയൻ പെണ്ണ് പറയും, ഇത് നിൻ്റെ റൂം തന്നെയാണെന്ന് പറഞ്ഞിട്ടും ഇവൻ കള്ളം പറയാം. മാത്രമല്ല അപ്പോൾ ഇവൻ്റെ അടുത്ത് വന്നിട്ട് ക്ലോസ് ആയി വരുന്ന സമയത്ത് ഇവൻ പറയാണ്, വേണ്ട, എനിക്ക് ഡോങ് ഡോങ് അല്ലാത്ത ആരും എൻ്റെ അടുത്ത് വരണ്ട, നീ ഡോങ് ഡോങ് അല്ല, നീ ഡോങ് ഡോങ് അല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ലിയൻ ഇവൻ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ലാസ്റ്റ് ലിയൻ വന്ന് സുവാങ്ങിനെ അവളുടെ മുറിയിൽ കിടത്തുവാട്ടോ. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുന്നത്. ആക്ച്വലി ഇവൾ എന്തിനാണ് നമ്മുടെ സുവാങ്ങിനെ ആ ഹോട്ടൽ മുറിക്ക് കൊണ്ടുവന്നതെന്നും ഇനി ഇത് കാരണം നമ്മുടെ സുവാങ്ങും ഡോങ് ഡോങ്ങും തമ്മിൽ എന്തൊക്കെ പ്രശ്നം വരാൻ പോകുന്നതെന്നും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.